സംഘവും ചേർന്ന് 105 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച ദൈവത്തെ മൊത്തം സാംസ് 105 നമ്മുടെ മുമ്പിൽ സാംസ് മൊത്തം വായിച്ചു തീർക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ 14 വരെയുള്ള വാക്യങ്ങൾ പ്രതിവാക്യമായി വായിച്ചതിന് ശേഷം അവസാനമുള്ള 2 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സാംസ് 105. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, തൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെയിൽ അറിയിപ്പിൻ. അവൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പിൻ, യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. അവൻ്റെ ദാസനായ അബ്രഹാമിൻ്റെ സന്തതിയും അവൻ തിരഞ്ഞെടുത്ത യാക്കോബിൻ മക്കളുമായുള്ളവരെ, അവൻ നമ്മുടെ ദൈവമായ യഹോവയാകുന്നു. അവൻ്റെ ന്യായവിധികൾ സർവ്വഭൂമിയിലും ഉണ്ട്. അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസ്ഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ. നിന്റെ അവകാശത്തിൻ്റെ ഓഹരിയായി ഞാൻ നിനക്ക് കനാൻ ദേശം തരുമെന്ന് അരുളി ചെയ്തു. അവർ ഒരു ജാതിയെ വിട്ട് മറ്റൊരു ജാതിയുടെ അടുക്കലേക്കും ഒരു രാജ്യത്തെ വിട്ട് മറ്റൊരു ജനത്തിൻ്റെ അടുക്കലേക്കും പോകും. നമുക്ക് അവസാന വാക്യമായ 44-45 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. അവർ തൻ്റെ ചിത്രങ്ങളെ പ്രമാണിക്കുകയും തൻ്റെ ന്യായപ്രമാണങ്ങളെ ആചരിക്കുകയും ചെയ്യേണ്ടതിന് അവൻ ജാതികളുടെ ദേശങ്ങളെ അവർക്ക് കൊടുത്തു. അവർ വംശങ്ങളുടെ അധ്വാന ഫലം കൈവശമാക്കുകയും ചെയ്തു. യഹോവയെ സ്തുതിപ്പിൻ. ഇത് നല്ല സങ്കീർത്തനത്തിന് ആ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. ദൈവനാമത്തിന് മഹത്വം. ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയുടെ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുതുവർഷത്തിൻ്റെ ഈ വർഷത്തിൻ്റെ ഈ പ്രാരംഭ സൺഡേ ആണെന്നും കൂടെ ഈ ഞായറാഴ്ചയ്ക്ക് പ്രത്യേകതയുണ്ടല്ലോ. നമുക്ക് ദൈവം തരുന്ന ഒരുമിച്ചുള്ളതായ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പലർക്കും കൂടെ ഒരുമിച്ച് ചേർന്ന് വരുവാൻ ഈ സൺഡേയിൽ ദൈവം നമുക്ക് അവസരങ്ങളെ ഒരുക്കിയല്ലോ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ വലിയതായിരുന്നു. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ ദൈവം ദീർഘമാക്കിയത് മൂലമാണ് നമുക്ക് ദൈവം ഈ വർഷത്തിൽ ഈ ദിവസം ദൈവസന്നിധിയിൽ ആരാധനയായിട്ട് കടന്നു വരുവാനിടയായി തീർന്നത്. നമ്മുടെ ഒരു മിടുക്കും അതിന് ഉപാധിയായിട്ടില്ലാതിരുന്നപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൃപ അനാദിയായും ശാശ്വതമായും ദൈവമായ നമ്മുടെ ദൈവം നമ്മളെ ദൈവം വഴി നടത്തി എന്ന് പറയുന്നു. മോശ പറയുന്നത് പോലെ തന്നെ, ദൈവമേ നീ തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമുക്ക് ദാനമായിട്ടിരിക്കുന്ന നമ്മൾ ആയിരിക്കുന്നതായ ഈ ജനറേഷനിൽ നിന്നുകൊണ്ട് ദൈവമേ ഞങ്ങൾക്ക് തലമുറ തലമുറയായി സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളും ഉണ്ടായതിന് മുൻപേ അങ്ങ് അനാദിയായും ശാശ്വതമായും അങ്ങ് ഞങ്ങളുടെ ദൈവമാകുന്നുവല്ലോ എന്ന് ദൈവസന്നിധിയിൽ സാക്ഷ്യം പറയുവാൻ നമുക്കും ഏവർക്കും ഇടയായിത്തീരും. ഒരു വർഷം കഴിയുന്നു, അടുത്ത വർഷം കടന്നു വരുന്നു. എങ്കിൽ തന്നെയും പലപ്പോഴും ഒഴുകിപ്പോകുന്ന സംവത്സരങ്ങളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ ആ ഒഴുകിപ്പോകുന്ന സംവത്സരങ്ങൾ ഉള്ളിൽ തന്നെയും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ, ദൈവത്തിന് നമ്മുടെ സഭാ മണ്ഡലങ്ങളിൽ, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ വൻകാര്യങ്ങൾ ചെയ്തെടുക്കുവാനായിട്ടുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. ദൈവം നമ്മളെ വഴി നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ 105 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു നീണ്ട വാക്യങ്ങളുള്ള സങ്കീർത്തനമാണ്. പലപ്പോഴും ചിലപ്പോൾ വാക്യപ്രതിവാക്യമായി വായിച്ചല്ലെങ്കിൽ സഭയിൽ വായിച്ചു തീർക്കാൻ പോലും ലെങ്തി ആയിട്ടുള്ളതായതുകൊണ്ട് പലപ്പോൾ ഒഴിവാക്കുന്ന സങ്കീർത്തനമായിരിക്കാം ഈ 105, 106, 107 സങ്കീർത്തനങ്ങൾ. തന്നെയും അതിനെ തന്നെ ഉൾപ്പെടുത്തി അതിൽ നിന്ന് ദൈവം സഹായിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ധ്യാന ചിന്തകൾ പറഞ്ഞ് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
105 സങ്കീർത്തനത്തിന് എത്രത്തോളം എനിക്ക് ദൈവസന്നിധിയിൽ നീതി പുലർത്തിക്കൊണ്ട് അതിൻ്റെതായ ആഴം മനസ്സിലാക്കിക്കൊണ്ട് എത്രത്തോളം എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. എങ്കിൽ തന്നെയും ആ സങ്കീർത്തനത്തിൻ്റെതായ ഒരു ഉള്ളടക്കം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ നമ്മൾ വ്യക്തമായിട്ട് കാണുന്ന ഒരു ഭാഗമാണ്, അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പിൻ. പല ഭാഗങ്ങൾ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് അവൻ്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിപ്പിൻ. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ അവൻ ചെയ്ത അത്ഭുതങ്ങളും അവൻ്റെ അടയാളങ്ങളും അവൻ്റെ വായുടെ ന്യായവിധികളും ഓർത്തുകൊള്ളുവിൻ. ദൈവം ചെയ്യുന്നത് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ മാത്രമല്ല, ദൈവം ചില ന്യായവിധികളും കൂടെ കൽപ്പിക്കും എന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിലേക്ക് ഞാൻ കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തികളെ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ, ദൈവത്തിൻ്റെ അടയാളങ്ങളെ, ദൈവത്തിൻ്റെ ന്യായവിധികൾ ഒക്കെ, ദൈവത്തിൻ്റെ ന്യായവിധികൾ കൊണ്ട് ഭൂമിയെ ദൈവം നിറച്ചിരിക്കുകയാണ്. പല വിധത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ പ്രവർത്തികൾ മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവം ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ദൈവം ഉപയോഗിച്ചു. അതിൽ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവം ആരെന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി, മറ്റുള്ള ജാതികൾക്ക് മുമ്പാകെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം ഉപയോഗിച്ച ഒരു ജനതയാണ് ഇസ്രായേൽ ജനം. അവരിൽ കൂടെ ദൈവത്തിൻ്റെതായ യഥാർത്ഥ മഹത്വം ഇറങ്ങി വന്ന് യഥാർത്ഥ പ്രവൃത്തി അവരിൽ കൂടി ദൈവം അവരിൽ കൂടി വെളിപ്പെടുത്തി മറ്റുള്ള ജാതികൾ കാണുവാനായിത്തീർന്നു. അവർ സേവിക്കുന്ന ദൈവം ആരെന്ന് മനസ്സിലാക്കി അവർ ദൈവത്തെ ഭയപ്പെടുവാനും ദൈവത്തിലേക്ക് അടുക്കുവാനും ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ടുകുത്തുവാനിടയായിത്തീർന്നു. ഈ ഒരു ജനതയെ ദൈവം നമ്മൾ ബൈബിളിൻ്റെതായ മുഴുഭാഗങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഒരു പകുതി കൂടുതലല്ല, അതിനപ്പുറത്തായിട്ട് മൊത്തം ഒന്നിനോടൊന്ന് ഇൻ്റർകോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു സ്റ്റോറി പോലാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബൈബിളിൻ്റെതായ ഒരു കേന്ദ്രബിന്ദു എന്ന് പറയുമ്പോൾ ദൈവം തൻ്റെ പദ്ധതികളെ നിർവഹിക്കുവാൻ വേണ്ടി ദൈവം ഒരു ജനതയെ എങ്ങനെ തിരഞ്ഞെടുത്തു എന്നും, അല്ലെങ്കിൽ ആ ജനതയിൽ തന്നെ ചില വ്യക്തികളെ ദൈവം തിരഞ്ഞെടുത്ത് ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിപാടിയുടെ ഭാഗമാക്കി ദൈവം എങ്ങനെ മാറ്റി എന്നും പറയുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അതിൽ ആ വിശുദ്ധ ജനതയാണ് നമ്മൾ കാണുന്നതായ ഇസ്രായേൽ ജനമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെ ദൈവത്തിൻ്റെതായ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം ഇസ്രായേൽ ജനത്തെ ദൈവം തിരഞ്ഞെടുത്ത് വലിയ ദൈവപ്രവൃത്തി ദൈവം ചെയ്തെടുക്കാനിടയായി. ഇസ്രായേൽ ജനത്തെ മാത്രമാണോ ദൈവം ഉപയോഗിച്ചത്? ഒരിക്കലുമല്ല. ദൈവത്തിന് ആരെയും ഉപയോഗിക്കുവാൻ കഴിയും. ദൈവത്തിന് ആരെയും ചിലപ്പോൾ ഒരു ദൈവപ്രവൃത്തിയുടെ ഫേവറിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ദൈവപ്രവൃത്തിക്ക് തോന്നുന്ന ഒരു വിരോധമായിട്ട് നിൽക്കുന്നതായ മണ്ഡലങ്ങളിൽ പോലും ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ സങ്കീർത്തനം 60 നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിന് ഏത് ജാതിയെയും ഏത് ജനതയെയും ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമ്മളിവിടെ കാണുന്നു. കാര്യം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ 60-8 മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക, ഏദോമിന്മേൽ ഞാൻ എൻ്റെ ചെരുപ്പെറിയും, ഫെലിസ്ത്യ ദേശമേ നീ എൻ്റെ നിമിത്തം ജയഘോഷം കൊള്ളുക. ഈ രാജ്യത്തിൻ്റെ മേൽ ഓരോത്തിൻ്റെ മേലും ദൈവം തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം ഈ രാജ്യങ്ങളെയൊക്കെയും ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് കാണുന്നു. ഈ ഫെലിസ്ത്യ ദേശം ആര്? ഈ ഏതോമാര് ഒക്കെ പറയുമ്പോൾ ഒരു ശപിക്കപ്പെട്ട ജനതയാണ്. എങ്കിൽ തന്നെ അവിടെ പോലും ആ ജനതയുടെ ഇടയിൽ പോലും ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്തി എന്ന് വ്യക്തമായിട്ട് നമ്മൾ അവിടെ കാണുവാൻ സാധിക്കുന്നു. ഈ ജനത, ഫോർ എക്സാമ്പിൾ, ഏത് ജനതയും ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ദൈവം ബാബേലിനെ ഉപയോഗിച്ചോ, ദൈവം അശൂരിനെ ഉപയോഗിച്ചോ, എല്ലാ ജാതികളും ദൈവം ഉപയോഗിച്ചു. ദൈവം ബാബേലിനെ ദൈവം എങ്ങനെയാണ് ഉപയോഗിച്ചത്? ദൈവജനത്തെ അടിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു ഇരുമ്പതണ്ട് പോലാണ് ദൈവം ബാബേലിനെ ഉപയോഗിച്ചത്. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ട് ദൈവം ബാബേലിനെയും ഒരു ഭാഗമാക്കി നിർത്തി. എങ്കിലും ഒരു സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഒരു സമയം വന്നപ്പോൾ ഈ എല്ലാ ബാബേലിൻ്റെതായ ഉഗ്രകോപവും ബാബേലിൻ്റെതായ എല്ലാ അനുസരണക്കേടും ദൈവജനത്തിന് നേരെ നിൽക്കുന്നതായ എല്ലാത്തിനും മധ്യേ ഒരു ന്യായവിധി ദൈവം ബാബേലിന് നേരെ കൽപ്പിച്ചു. അതുവരെ ബാബേലിന് തലയുയർത്തി നിൽക്കുവാൻ ദൈവം അവസരം കൊടുത്തു. എന്നാൽ നമ്മൾ ഇതിൽ നല്ല മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ കാര്യപരിപാടികളുടെ നിർവഹണത്തിന് വേണ്ടി ദൈവം ഓരോ ചാനലിനെയും ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബാബേല്യ സാമ്രാജ്യത്തിൻ്റെ പ്രവാസത്തിൽ ദൈവജനം കഷ്ടപ്പെടുവാനിടയായി തീർന്നു. ദൈവജനം അത്രമാത്രം കഷ്ടത സഹിച്ച് മുന്നോട്ട് കടന്നു വന്നു. പിന്നെ അതിനിടയ്ക്ക് തന്നെ ഈ കഷ്ടതയിലും ദൈവം അവർക്കൊരു സ്വസ്ഥത കൊടുത്തു, 70 സംവത്സരം.
70 സംവത്സരം യിരെമ്യാ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ സ്വസ്ഥമായിട്ട് ആ ദേശത്തിലെ നന്മ അനുഭവിച്ചുകൊണ്ട് ബാബേലിൽ നിങ്ങൾ ജീവിക്കണം. അവിടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് വസ്തുവകൾ ഉണ്ടാകും, പുത്രിപുത്രന്മാരുണ്ടാകും, എല്ലാം ആ രീതിയിൽ ദൈവം അവർക്കൊരു സ്വസ്ഥത തന്ന ആ ബാബേലിൻ്റെ 70 സംവത്സരത്തെക്കുറിച്ചൊക്കെ നമ്മൾ യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നു. അതിനുശേഷം ബാബേലിൻ്റെതായ ഉഗ്രമായ ആ അനുസരണക്കേടും ദൈവസന്നിധിയിലുള്ളതായ ആ നിഗളമൊക്കെ കണ്ടപ്പോൾ ദൈവം ബാബേലിനെതിരെ ക്രുദ്ധിക്കുവാനിടയായി തീർന്നു. ദൈവം കോരശ് എന്നുള്ള ഒരു രാജാവിനെ ദൈവം എഴുന്നേൽപ്പിക്കുവാനിടയായി തീർന്നു. അങ്ങനെയാണ് ദൈവം കോരശിനെ അഭിഷക്തനായിട്ട് ഉപയോഗിച്ചു. ദൈവം കോരശിനെ ഉപയോഗിച്ചു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമലുകളെ കണ്ണിച്ചു കളയുകയും ചെയ്യും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടേതായ ജീവിതത്തിൻ്റെതായ പ്രതിസന്ധികളുടെ മധ്യത്തിൽ എങ്ങനെ പുറത്തു വരുമെന്ന് നമ്മൾ തന്നെ നമ്മുടെ മുന്നിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് തോന്നുന്ന സാഹചര്യങ്ങളിൽ പലപ്പോൾ അത് ദുർഘടങ്ങളായിട്ടായിരിക്കാം, താമ്രവാതിലുകളായിട്ടായിരിക്കാം, അത് ഇരുമ്പോടാമ്പലുകളായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവം അതിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വരുമ്പോൾ അത് ശത്രുവിനെതിരെ ഒരു ന്യായവിധിയായി വെളിപ്പെട്ട് അത് കോരശിനെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് നമ്മളവിടെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ദൈവജനതയ്ക്ക് വേണ്ടി, ദൈവപരിപാടിയുടെ ഒരു കാര്യനിർവഹണത്തിനു വേണ്ടി പലരെയും ദൈവം ഒരു പിക്ചറിൽ, ഒരു സീനിൽ കൊണ്ടുവരുവാനിടയായി തീർന്നു. അതേപോലെ തന്നെ ആ ജനതയുടെ ഇടയിൽ ചിലരെ ദൈവം ഉപയോഗിച്ചു. അബ്രഹാമിനെ പോലെ, ഇസാക്കിനെ പോലെ പലരെയും ദൈവം ഉപയോഗിച്ചു. അതിൽ കാണുന്ന, നമ്മൾ വായിച്ച ഭാഗത്തിൽ കാണുന്ന ഒരു ദൈവപുരുഷനാണ് യോസേഫ് എന്നുള്ളതായ ദൈവമനുഷ്യൻ. ദൈവപരിപാടിയുടെ കാര്യനിർവഹണത്തിനായി ഉപയോഗിച്ച യോസേഫിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് അതിൻ്റെ 15-16 മുതലുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നു. അതിന് മുന്നായിട്ട് അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവർ അന്ന് എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും അവിടെ പരദേശികളും ആയിരുന്നു. ദൈവത്തിൻ്റെതായ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു മെറിറ്റ് എന്ന് പറയുന്നതായ ഒന്നും തന്നെ ഇല്ല. അവർ എണ്ണത്തിൽ കുറഞ്ഞവരായിരുന്നു, പരദേശികളായിരുന്നു. ആ രീതിയിൽ അവർ ചുരുങ്ങിയവരായിരുന്നതായ മണ്ഡലത്തിൽ ദൈവം ഈ തൻ്റെ ജനത്തെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. ആ തെരഞ്ഞെടുപ്പിനിടയ്ക്ക് ദൈവം അവരുടെ ആ ജനതയുടെ ഇടയ്ക്ക് തന്നെ ദൈവത്തിൻ്റെതായ തെരഞ്ഞെടുപ്പ് യോസെഫിൻ്റെ മേലൊക്കെ വെളിപ്പെടുവാനിടയായി തീർന്നു. നമ്മൾ അവിടെ 16-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദേശത്തൊരു ക്ഷാമം വരുത്തി, അപ്പമെന്ന കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞു. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസേഫിനെ അവൻ ദാസനായി വിറ്റുവല്ലോ. അവിടെ കാണുന്നത് 17-ാമത്തെ വാക്യത്തിൽ കാണുന്നത് അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു എന്ന് പറയുമ്പോൾ ദൈവം ചില കാര്യങ്ങളൊക്കെയും ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ദൈവം അവന് മുമ്പായി ഒരാളെ അയച്ചു. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ 37-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളിപ്പം പ്രാരം വായിക്കുന്നു, മിദ്യാന കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസേഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇശ്മായില്യർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. അവിടെ ഒരിക്കലും പറയുന്നില്ല ദൈവം യോസേഫിനെ മിസ്രൈമിലേക്ക് അയച്ചതായിട്ട്, ഒരിക്കലും അവിടെ പറയുന്നില്ല. 20 വെള്ളിക്കാശിന് സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ 20 വെള്ളിക്കാശിന് യോസേഫിനെ ഇശ്മായില്യർക്ക് വിറ്റു. എന്നിട്ട് 38-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ആ ഇശ്മായില്യർ എന്ന് പറയുമ്പോൾ ആ മിദ്യാന്യർ അവനെ മിസ്രൈമിൽ ഫറവോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പൊത്തീഫറിന് വിറ്റു. ഒരിക്കലും അവിടെ ദൈവം യോസേഫിനെ മിസ്രൈമിൽ അയച്ചതായിട്ടല്ല ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്, വിറ്റതായിട്ടാണ് കാണുന്നത്. ദൈവം മാനുഷികമായ ചിന്തകളിൽ തിന്മയ്ക്കായിട്ട് നമ്മൾ കണ്ട പലതും ദൈവം തൻ്റെ കാര്യപരിപാടിയുടെ നിർവഹണത്തിനു വേണ്ടി അത് നന്മയ്ക്കായി മാറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ സങ്കീർത്തനത്തിലൂടെ നമ്മളവിടെ വായിക്കുവാൻ കഴിയുന്നത്. അതാണ് നമ്മൾ വായിച്ചത്, അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസേഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. അടുത്ത 18-ാമത്തെ വാക്യവും 19-ാമത്തെ വാക്യവും ഈ സങ്കീർത്തനം ഉടനീളം ഒന്ന് വായിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ ചില ഭാഗങ്ങൾ മാത്രമേ പറയുവാൻ പറ്റുന്നുള്ളൂ. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. എപ്പം വരെ യോസേഫിൻ്റെ കാലുകൾ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുവാൻ ദൈവം അനുവദിച്ചു? യഹോവയുടെ വചനം നിവൃത്തിയാകുകയും
അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുകയും പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, യഹോവയുടെ അരുളപ്പാടിനനുസരിച്ച് നമ്മളോട് പറഞ്ഞ ദൈവത്തിൻ്റെ അരുളപ്പാടിൻ്റെ പിന്നിൽ, നമുക്കിടെ പിന്നിൽ അതിലൊരു ടെസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ടെസ്റ്റിൽ നമ്മൾ ഉരുത്തിരിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ വിജയിച്ച് ഓവർകം ചെയ്തു വരുമ്പോഴാണ് അതിലേക്ക്, ആ വാഗ്ദത്തത്തിൻ്റെതായ ദൈവിക അരുളപ്പാടിലേക്ക് നമ്മൾ കടന്നു പോകുവാൻ നമുക്ക് സാധിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ദൈവം ആ വാഗ്ദത്തത്തിലേക്ക് കടന്നു പോകുന്നതിന് മുൻപേ യോസേഫിന് ഇരുമ്പ് ചങ്ങലകൾ ഉണ്ടായിരുന്നു. ആ ഇരുമ്പ് ചങ്ങലകൾ ഉണ്ടായിരുന്നു, ശോധനയുണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ തന്നെ ചിന്തിക്കുകയുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ വചനം അല്ലെങ്കിൽ പല വചനങ്ങൾ പല പുൾപിറ്റുകളിൽ, ദൈവം തന്ന പുൾപിറ്റുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആ വചനം പറഞ്ഞ് കഴിയുമ്പോൾ, ആ ആഴ്ചകളിൽ ആ വചനം, ഞാൻ ഏത് വചനം പറഞ്ഞോ ആ വചനത്തിൻ്റെ മേലെ എനിക്ക് കംപ്ലീറ്റ് ടെസ്റ്റിംഗ് ആണ്. കാര്യം ദൈവം സർവ്വശക്തനാണെന്ന് പറയുമ്പോൾ എന്നോട് തന്നെ ഒരു ചോദ്യമാണ്, എൻ്റെ സിറ്റുവേഷൻ വെച്ചുകൊണ്ട്, ഈ സിറ്റുവേഷനിൽ നിൻ്റെ ദൈവം എങ്ങനെ സർവ്വശക്തൻ? അത്രമാത്രം ടെസ്റ്റിനെ പറയുമ്പോൾ, ആ ശോധന ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പിന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അത്രമാത്രം ആ ശോധനയിലൂടെ ഞാൻ പ്രസംഗിക്കുന്ന വചനം എന്നെ ശോധന ചെയ്യും. ആ വചനം എന്നെ ശോധന ചെയ്യും. അതിൽ ഉരുത്തിരിഞ്ഞ് ഞാൻ പുറത്തു വരുമ്പോൾ അതിൻ്റെ മേൽ, ആ സിറ്റുവേഷൻ്റെ മേൽ എനിക്ക് ജയാളിയായി മാറിത്തീരുവാൻ കഴിയും. അതിനാധാരമായിട്ട് ഒരു വാക്യം മാത്രം വായിച്ച് നമുക്ക് പറഞ്ഞ് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യമാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 5-ാം വാക്യം കൂടെ ഒന്ന് വായിച്ച് 6-ാമത്തെ വാക്യത്തേക്ക് വരാം. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. പിന്നെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയുമിരിക്കുന്നു. അതിനർത്ഥം എന്താണ്? നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ, നമ്മളെ ദൈവം ഏത് സാഹചര്യത്തിലൂടെ കടത്തിവിടുന്നോ, ദൈവസന്നിധിയിൽ ദൈവത്തിന് നമ്മളെ ഓർക്കസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സമ്പൂർണ്ണമായി അവിടെ അങ്ങ് സമർപ്പിക്കണം. അന്നേരം ദൈവം തൻ്റെ പ്രവൃത്തിയെ ആരംഭിക്കും. ദൈവം നമുക്ക് ചിലപ്പോൾ ആ സിറ്റുവേഷൻ നമുക്ക് തിന്മയായിട്ട് തോന്നുന്നു എങ്കിലും, നമ്മൾ ഇരുമ്പ് ചങ്ങലയിൽ കൂടി കടന്നു പോകുന്നുവെങ്കിൽ തന്നെയും, ഇരുമ്പ് ചങ്ങലയാണെങ്കിലും തടവറയാണെങ്കിലും ദൈവം ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ജീവിതമാണ് നമ്മൾക്ക് ഉള്ളതെങ്കിൽ അതിൽ നമുക്ക് ദൈവത്തെ നമുക്ക് മോഹപ്പെടുത്തുവാൻ കഴിയുമോ? അതാണല്ലോ വലിയ ശ്രേഷ്ഠത. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യം പറയാൻ ആഗ്രഹിച്ചത്. അവിടെ 6-ാമത്തെ വാക്യത്തിൽ നമ്മളവിടെ വായിച്ച് കണ്ടത്, നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരണം. ദൈവം നമ്മളെ കടത്തിവിടുന്നതായ മണ്ഡലത്തിൽ, ഈ തലവര ആയിക്കൊള്ളട്ടെ, എന്ത് പരിഹാസങ്ങളായിക്കൊള്ളട്ടെ, അതിൽ നമ്മൾ പിറുപിറുക്കുവാനല്ല. നമ്മൾ എന്ത് ചെയ്യണം? ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു അനുസരണമുണ്ട്. നമ്മുടെ അനുസരണം തികഞ്ഞു വരണം. നമ്മുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണത്തിനും, അവിടെ പറയുന്നത് നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരും, എല്ലാ അനുസരണക്കേടിലും പ്രതികാരം ചെയ്യുവാൻ പറയുമ്പോൾ, അനുസരണക്കേടിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ശത്രുവിൻ്റെതായ കരം നമ്മുടെ മേൽ ചിലപ്പോൾ ഭാരമായിട്ടായിരിക്കാം ഉള്ളത്. എന്നാൽ നമ്മളിൽ കൂടി കടത്തിവിടുന്നതായ തടവറയുടേതായ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവം നമ്മളിൽ നോക്കുന്നത് നമ്മുടെ അനുസരണം എത്രമാത്രം, ദൈവവുമായിട്ടുള്ള വിധേയത്വം നമുക്ക് എത്രമാത്രം ആ സിറ്റുവേഷനിൽ കടന്നു വരുന്നു എന്ന് ദൈവം നോക്കും. നമ്മുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ ദൈവം തൻ്റെ പ്രവൃത്തിയെ ആരംഭിക്കും. എല്ലാ അനുസരണക്കേടിനും വിരോധമായി ദൈവത്തിൻ്റെ കരം ശത്രുവിൻ്റെ നേരെ ചലിക്കുവാനിടയായിത്തീരും. ഈ ഒരു ആത്മീയ ചിന്തയാണ് ദൈവമക്കളുടെ മുമ്പാകെ എന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. തടവുറയിൽ കൂടി, ഇരുമ്പ് ചങ്ങലയിൽ കൂടി കടന്നുപോയി എങ്കിൽ തന്നെയും, യോസേഫ് കടന്നുപോയി എങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ ഹിതം യോസേഫിൽ നിറവാനിടയായിത്തീർന്നു. ആ ദൈവത്തിൻ്റെ ഹിതത്തിനൊത്തവണ്ണം, ദൈവത്തിൻ്റെ ആലോചനയാൽ ദൈവത്തിൻ്റെതായ അവിടെ ശോധന ചെയ്യപ്പെടുവാനായിട്ട് യോസേഫ് ചെയ്യപ്പെടുവാനിടയായിത്തീർന്നു. അതിൽ യോസേഫ് പുറത്തു വരുവാനിടയായിത്തീർന്നു. ദൈവത്താൽ ഓർക്കസ്ട്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ജീവിതമായി യോസേഫിൻ്റെ ജീവിതം മാറ്റപ്പെട്ടു. ഒരിക്കലും നമ്മൾ പലപ്പോഴും ചിന്തിക്കാം, എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ മറിഞ്ഞു, ഇങ്ങനെ മാറിപ്പോയി. എന്നാൽ സ്വർഗം നമ്മളെക്കുറിച്ച് കാണുന്നത് നമ്മളെ വിറ്റു എന്നല്ല, നാം തടവറയിൽ പോയി എന്നല്ല, ഞാൻ ചങ്ങലയിൽ അകപ്പെട്ടു എന്നല്ല, ഞാൻ കഷ്ടതയുടെ പടിചുഴിയിൽ വീണു എന്നല്ല. ദൈവം നമ്മളെ അതിനൊക്കെയും ചിലപ്പോൾ അനുവദിച്ചു എന്നായിരിക്കും ദൈവത്തിൻ്റെതായ മുന്നിലുള്ളത്. ദൈവം യോസേഫിനെ അയച്ചുവെങ്കിൽ ദൈവം അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെതായ ഒരു പദ്ധതിയുണ്ട്. ദൈവം
അതിൻ്റെ മധ്യത്തിൽ ഫറവോന് പോലും ദൈവത്തിൻ്റെ സാക്ഷ്യം പറയുവാനായിട്ട്, ദൈവത്തെ അറിയുവാൻ വേണ്ടി ഒരു മുഖാന്തരമായിട്ട് യോസേഫിനെ അവിടെ പോകുന്നതും കൂടെ ദൈവം ഉപയോഗിക്കപ്പെടുവാൻ. ദൈവം നമ്മളെ എവിടെ ആക്കി വെച്ചിരിക്കുന്നോ, ദൈവത്തിന് വേണ്ടി നമ്മളെ സാക്ഷികളായിട്ട് ദൈവത്തിൻ്റെതായ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ഈ പുതുവർഷം ദൈവം നമ്മളെ നന്മകളാൻ അനുഗ്രഹങ്ങളാൻ നിറച്ച് വഴി നടത്തട്ടെ എന്നുള്ളതായ ലഘുവായിട്ടുള്ള പ്രബോധനത്തോടെ ഈ നിർത്തുവാൻ.